ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ശിവാനി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എരുമേലിയിലെ ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളിലാണ്. അപ്പോൾ ഈ അമ്പലത്തിലെ കുറച്ച് ചുറ്റുഭാഗങ്ങളുടെയൊക്കെ വീഡിയോയും അതേപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെയൊക്കെ കുറച്ച് ചരിത്രവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് എരുമേലി ടൗണിലാണ്. കൊച്ചമ്പലത്തിൽ നിന്നും 500 മീറ്റർ മാറിയാണ് ഈ ഒരു ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ ഉള്ളത്. ഇതിനും രണ്ടിനും ഇടയിലാണ് പുത്തൻ വീടും രുദ്രക്കുളവും ഉള്ളത്. ഇതാണ് ഈ ധർമ്മശാസ്ത്ര ടെമ്പിളിൻ്റെ ഒരു കവാടം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഈ ധർമ്മശാസ്ത്ര ടെമ്പിളിൻ്റെ അകത്തോട്ട് ഇനി പ്രവേശിക്കാം. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ ഈ ഒരു അമ്പലത്തിൽ വന്ന് വെറ്റിലയും പാക്കും 1 രൂപയും വെച്ച് ദക്ഷിണ നൽകിയതിന് ശേഷമേ ശബരിമലയിൽ പോകാവൂ എന്നാണ് ഐതിഹ്യം. അതേപോലെ ഈ അമ്പലത്തിൽ നിന്നുമാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. അയ്യപ്പ സീസൺ ആകുമ്പോൾ ഈ കാണുന്നതൊന്നും അല്ലായിരിക്കും ഈ ഒരു ധർമ്മശാസ്ത്ര ടെമ്പിള് എന്ന് പറയുമ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ നിറച്ചും സ്വാമിമാരും ഭക്തരുമായിരിക്കും. ഈ കാണുന്നതെല്ലാമാണ് ഈ ഒരു ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളിൻ്റെ അകവശം എന്ന് പറയുന്നത്. മഹിഷിയെ വധിച്ചതിന് ശേഷം സ്വാമി അയ്യപ്പൻ വാളിലെ ചോര കഴുകി കളഞ്ഞ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്ന രുദ്രകുളത്തിലാണ്. ഈ ഒരു കുളം ഈ ഒരു അമ്പലത്തിൻ്റെ സമീപത്ത് തന്നെയാണ്. കന്നി അയ്യപ്പന്മാർ തീർച്ചയായും അനുഷ്ഠിക്കേണ്ട ഒന്നാണ് എരുമേലി പേട്ടതുള്ളൽ. മറവപ്പടയെ തോൽപ്പിക്കുവാൻ സ്വാമി അയ്യപ്പനും സൈന്യവും എത്തിച്ചേർന്ന സ്ഥലമാണ് ഈ എരുമേലി എന്ന് കരുതപ്പെടുന്നു. എന്ന സംഭവത്തിൻ്റെ സ്മരണ പുതുക്കലിനാണ് എരുമേലി പേട്ടകെട്ട് എന്ന് സങ്കല്പിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തിന് എരുമേലി പാദവും പമ്പ ഉടലും ശബരിമല ശിരസുമായിട്ടാണ് സങ്കല്പം. ഈ അമ്പലത്തിന് ഏകദേശം 300 വർഷം പഴക്കം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാവോ ഈ ഒരു സ്ഥലത്തിന് എങ്ങനെയാണ് എരുമേലി എന്ന പേര് വന്നതെന്ന്? മഹിഷിയെ വധിച്ചതിന് ശേഷം ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എരുമക്കൊല്ലി എന്നായിരുന്നു. അത് ലോപിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു എരുമേലി എന്ന പേര് വന്നത്. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.